ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആർട്ട് ക്രിപ്റ്റോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളൊരു 3 വർഷം മിനിമം ഹോൾഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റർ ആണ്. ഒരു കോയിൻ വാങ്ങിയിട്ട് അത് വിൽക്കാതെ മിനിമം 2 ടു 3 ഇയേഴ്സ് ഹോൾഡ് ചെയ്യാൻ റെഡിയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 6 പ്രൊജക്ട്സും ലോങ് ടേം ഹോൾഡിൽ 5, 10 ഓർ 20x പ്രോഫിറ്റ്സ് തരാൻ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള നല്ല പ്രൊജക്ട്സ് ഉള്ള ടോക്കൺസ് ആണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഞാൻ പരിചയപ്പെടുന്ന ഈ 6 കോയിൻസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി ചെയ്തിരിക്കണം. ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും രണ്ടും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ പേഴ്സണലി ഈ 6 കോയിൻസിലും ലോങ് ടേമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഈ കോയിൻസ് ഇത്രയും പൊട്ടൻഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നതും പിന്നെ ഇതിന്റെ 2-3 വർഷത്തിന് ശേഷമുള്ള ഒരു ടാർജറ്റും ഏകദേശം എല്ലാ കോയിൻസും ഇല്ല, എന്നാലും ഉള്ള എനിക്ക് ഏകദേശം ഉറപ്പുള്ള കോയിൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്ന കോയിൻസിൽ ഏതെങ്കിലും നിങ്ങൾ കറന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ട്രേഡ് ചെയ്യാനൊന്നും പോകുന്നില്ല അടുത്ത 2-3 വർഷത്തേക്ക്, എങ്കിൽ ആ ട്രേഡ് ചെയ്യാതെ തന്നെ പൈസ ഉണ്ടാക്കാനുള്ള വിദ്യയും ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നേരെ ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഏതൊക്കെയാണ് 6 പ്രൊജക്ട്സ് എന്ന് നോക്കി നോക്കാം. ആദ്യത്തെ പ്രൊജക്ട് സൊലാനയാണ്. ഇപ്പോൾ കറന്റ് $21 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോയിനാണ്. ഇവർക്ക് ഇവരുടേതായ തന്നെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ പ്രൊജക്ട്സ് സൊലാനയുടെ മുകളിൽ വരുന്നുണ്ട്. ഈ ഒരു അടുത്ത് തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലും ഒരു പ്രൊജക്ട് ഷെയർ ചെയ്തിരുന്നു. SLIM ടോക്കൺ എന്ന് പറഞ്ഞാൽ കുറേ പേര് കയ്യിൽ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ എമൗണ്ട്സിലാണ് എയർ ഡ്രോപ്പ് കിട്ടിയിരിക്കുന്നത്. അത് കയ്യിൽ ഹോൾഡ് ചെയ്യുക, വില കൂടിയതിന് ശേഷം നമുക്ക് വിൽക്കാവുന്നതാണ്. സൊലാനയുടെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം $58 വരെ അത് പോയിട്ടുണ്ട്. ഇപ്പോൾ ജാനുവരി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $2 to $2.5 ഇടയിലാണ് ഈ ഒരു കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് $58 വരെ ഓൾ ടൈം ഹൈ പോയി. അതായത് ഏകദേശം 20x $58 ഏകദേശം 60 to 70% ഡൗൺ ആണ്. എന്നിട്ട് പോലും ജാനുവരിനേക്കാളും ഏകദേശം 10x ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ ഈ കോയിന്. അപ്പോൾ ഇവരും 1-2 അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രോജക്റ്റിന് ഈസി ആയിട്ട് $100 ടച്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവർക്ക് ഇവരുടേതായ തന്നെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. എത്തേറിയം ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ എത്തേറിയം ബ്ലോക്ക് ചെയിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൊലാനയുടെ ബ്ലോക്ക് ചെയിനിൽ കൂടെ ഹൈ സ്പീഡിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ വെരി ലോ കോസ്റ്റ് ആണ് ഇവരുടെ ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ. സൊലാന ടോക്കണിന്റെ മെയിൻ യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊലാന ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ഏത് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലും നിങ്ങൾക്ക് SOL ടോക്കൺ വേണം കയ്യിൽ, ഒരു ഗ്യാസ് ഫീ പേ ചെയ്യാൻ. അപ്പോൾ എത്തേറിയത്തിൻ്റെ എങ്ങനെ പോയാലും ഒരു ചെറിയ മാർക്കറ്റ് ഷെയർ സൊലാനയ്ക്ക് പോകുന്നതാണ്. ഒരുപാട് പുതിയ പ്രൊജക്ട്സുകളും സൊലാന നെറ്റ്വർക്കിൽ വരുന്നുണ്ട്. ഇതല്ലാതെ ഓൾറെഡി വേറെ ബ്ലോക്ക് ചെയിനിലുള്ള പ്രൊജക്ട്സ് സൊലാനയുടെ മുകളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് നടത്തിയിട്ട് ഈ ഒരു ടോക്കൺ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ പ്രൊജക്റ്റുകളൊന്നാണ് പോളിഗൺ. മുമ്പ് മാറ്റിക് എന്ന പേരിലാണെന്ന് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം ഇപ്പോൾ $1.05 ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓൾ ടൈം ഹൈ 2.68 വരെ എത്തിയിരുന്നു. ഇവർ ജാനുവരിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 0.0203 ആ റേഞ്ചിലാണ് മാറ്റിക് ടോക്കൺ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പോളിഗൺ എന്ന് പറയുന്നത് ഒരു ലെയർ 2 സൊല്യൂഷനാണ് എത്തേറിയം ബ്ലോക്ക് ചെയിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെറിയംസ് ഇന്റർനെറ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻസ്. അപ്പോൾ ഇതെറിയത്തിന്റെ മുകളിലുള്ള പല ടോക്കൺസും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോളിഗൺ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പോളിഗണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോവസ്റ്റ് ട്രാൻസാക്ഷൻ ഫീസ് ആണ്. അതായത് ഇപ്പോൾ ഉള്ള ബ്ലോക്ക് ചെയിൻസ് ഏത് എടുത്ത് നോക്കിയാലും ഏറ്റവും ലോവസ്റ്റ് ട്രാൻസാക്ഷൻ ഫീ ഉള്ളത് ഇപ്പോൾ കറന്റ് പോളിഗണിന്റെ മുകളിലാണ്. ഇതൊരു ഇന്ത്യൻ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ വെച്ചിരിക്കേണ്ട പ്രൊജക്റ്റുകളിലൊന്നാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കറന്റ് $1.05 ട്രേഡ് ചെയ്തുകൊണ്ട് ഈസിലി 10x വരെ എത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ സപ്ലൈ ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് ഞാൻ $100 $200 ഒന്നും പറയാത്തത്. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഇപ്പോഴത്തെ റേറ്റിൽ നിന്ന് നെക്സ്റ്റ് 2 to 3 ഇയേഴ്സിനുള്ളിൽ 10x വരെ പോകാൻ സാധ്യതയുണ്ട്. പോളിഗൺ ടോക്കണിൻ്റെ മെയിൻ യൂസ് കേസും ഗ്യാസ് ഫീസ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോളിഗൺ നെറ്റ്വർക്കിൻ്റെ മുകളിൽ ഏത് ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് കൊടുക്കണം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, വളരെ തുച്ഛമായ റേറ്റിൽ $1 താഴെ എന്ന് വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ പറയാൻ പറ്റും. അത്രയും താഴെയാണ് അവരുടെ ഗ്യാസ് ഫീസ്. മൂന്നാമത്തെ പ്രൊജക്റ്റ് പോൾക്കഡോട്ട് ആണ്. ഇപ്പോൾ കറന്റ് $13 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റുകളിലൊന്നാണ്. 2 to 3 ഇയേഴ്സിനുള്ളിൽ $200 മുതൽ $400 ഇടയിൽ വരെ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊജക്റ്റുകളിലൊന്നാണ്. അത്രയും ഹൈ പൊട്ടൻഷ്യലാണ്. പോൾക്കഡോട്ടിനെ വേണമെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻസ് എന്ന് വിശേഷിപ്പിക്കാം. ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് പോൾക്കഡോട്ട് എക്കോസിസ്റ്റത്തിന്റെ മുകളിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവരുടെ എക്കോസിസ്റ്റത്തിന്റെ മുകളിൽ വേറെയും പുതിയ ബ്ലോക്ക് ചെയിൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പുതിയ പ്രൊജക്ട്സുകൾ പോൾക്കഡോട്ടിന്റെ മേലെ വരുന്നുണ്ട്. വളരെ ഹൈ പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളൊന്നാണ്. ഇവരുടെ ഓൾ ടൈം ഹൈ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $49 വരെ പോയിട്ടുണ്ട്. ഇവർ ജാനുവരിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് $4 to $5 ഇടയിലാണ്. ഇപ്പോൾ കൂടി നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തുടങ്ങിയിട്ട് ലോങ് ടേം ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന
വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളൊന്നാണ് പോൾക്കഡോട്ട് എക്കോസിസ്റ്റം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പ്രൊജക്ട്സുകൾ ഇതിൻ്റെ മുകളിൽ ബിൽഡ് ആവുന്നുണ്ട്. ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടി ഒരു പുതിയ പ്രൊജക്ട് ലോഞ്ച് ആയിട്ടുണ്ട്. BSC പാഡിൻ്റെ മുകളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോൾക്കാ ട്രെയിൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. പോൾക്കാഡോ ടോക്കണിൻ്റെ മെയിൻ യൂസ് കേസ് ഗവർണൻസും സ്റ്റേക്കിങ്ങും ബോണ്ടിങ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളൊന്നാണ് പോൾക്കഡോട്ട്. 4ാമത്തെ ടോക്കൺ എന്ന് പറയുന്നത് ബൈനാൻസിൻ്റെ തന്നെ BNB കോയിൻ ആണ്. ഏറ്റവും കൂടുതൽ യൂസ് കേസുള്ള കോയിനുകളിലൊന്നാണ് BNB എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ കോയിൻസ് ആയാലും പരിചയപ്പെടുത്താൻ പോകുന്ന കോയിൻസ് ആയാലും അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് കേസുള്ള കോയിനാണ് BNB കോയിൻ. ഫസ്റ്റത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് BNB കോയിൻ വേണം. അതേപോലെ തന്നെ രണ്ടാമത്തെ യൂസ് കേസ് ഏതെങ്കിലും പുതിയ പ്രൊജക്റ്റ് നിങ്ങൾ ബൈനാൻസിൽ ലോഞ്ച് ചെയ്യുമ്പോൾ BNB കോയിൻ സ്റ്റേക്ക് ചെയ്ത് ആ ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടും. 3ാമത്തെ യൂസ് കേസ് നിങ്ങൾ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീസിൽ 25% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കറന്റ് BNBയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ $240.75 ആണ്. പക്ഷേ ഒരു ഓൾ ടൈം ഹൈ ഏകദേശം $690 പോയിട്ടുണ്ട്. ജാനുവരിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം $25 to $35 ഇടയിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ റേറ്റ് എന്ന് വരെ ഇപ്പോൾ 10x ഗ്രോ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $2,000 മുകളിൽ ഈസി ആയിട്ട് പോകാൻ ചാൻസ് ഉള്ള കോയിനുകളാണ്. ഇപ്പോഴത്തെ കറണ്ട് എത്തേറിയത്തിൻ്റെ പ്രൈസ് എന്താണോ ആ പ്രൈസിലേക്ക് ഈ ഒരു കോയിൻ ഈസി ആയിട്ട് എത്താവുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഒരുപാട് പുതിയ പ്രൊജക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ്റെ മുകളിലാണ്. കാരണം ഗ്യാസ് ഫീസ് അത്രയും കുറവാണ്. ഇതല്ലാതെ ബൈനാൻസ് വേൾഡിൻ്റെ നമ്പർ 1 എക്സ്ചേഞ്ച് ആണ്. അവരുടെ തന്നെ മെയിൻ കോയിൻ ആണ്. അപ്പോൾ അവരുടെ CEO സീസറിനെ നിങ്ങൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന കോയിനിലൊന്നാണ് BNB എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കോയിനിലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോ ബൈനാൻസിൽ കുറച്ച് വെക്കണം. അതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് അതേപോലെ തന്നെ മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബൈനാൻസ് കോയിൻ ഉണ്ടാവും എന്തൊരു ട്രാൻസാക്ഷൻ ഫീസിന് നിങ്ങൾ വെച്ചിട്ടുള്ളത്. 5ാമത്തെ കോയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തിയ കോയിൻസ് ആയാലും ഇനി പരിചയപ്പെടുത്താൻ ലാസ്റ്റുള്ള കോയിൻ വെച്ച് നോക്കിയാലും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടോക്കണുകളിലൊന്നാണ് TRX. ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു പേരുമാണ് ട്രോൺ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ $0.05 ട്രേഡ് ആവുന്നുണ്ട്. ഇവരുടെ ഓൾ ടൈം ഹൈ 30 സെന്റ് ആണ്. അതും അച്ചീവ് ചെയ്തേക്കുന്നത് 2018 അപ്പോൾ ഈ ഒരു 2020-21 ബുൾ റണ്ണിൽ പോലും ഇവരുടെ ഓൾ ടൈം ഹൈ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് ഹൈ ആണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ് നെക്സ്റ്റ് 2 to 3 ഇയേഴ്സിൽ. ഒരുപാട് പുതിയ പ്രൊജക്ട്സുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ട്രോൺ പാഡ് എന്ന് പറഞ്ഞ ഇവരുടെ IDO പാഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇനി കൂടുതൽ പ്രൊജക്ട്സ് നമുക്ക് ട്രോണിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വരും നാളുകളിൽ ഈസി ആയിട്ട് $1 വരെ എത്താമെന്നാണ് പല എക്സ്പേർട്സ് അവകാശപ്പെടുന്നത്. $1 എത്തിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 50 cents എത്തിയാൽ തന്നെ ഇപ്പോഴത്തെ റേറ്റിൽ നിന്ന് 10x ഗ്രോത്ത് ആണ്. മെയിൻ യൂസ് കേസ് ട്രോണിൻ്റെ മുകളിൽ എന്ത് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് TRX ടോക്കൺ ആവശ്യമുണ്ട് ഗ്യാസ് ഫീസ് കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ $10 $5 വെച്ചാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ട്രോൺ ടോക്കൺസ് കിട്ടും. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ടോക്കണാണ് ട്രോൺ എന്ന് പറയുന്നത്. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കർഡാനോ ഉണ്ട്. എൻ്റെ ഫേവറേറ്റും എൻ്റെ ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോ ഷെയർ ഉള്ളതും കർഡാനയുടെ മുകളിലാണ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് $1.26 ആണ്. ഓൾ ടൈം ഹൈ $2.46. ഇപ്പോൾ ജാനുവരിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 0.20 അടിയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ ഓൾറെഡി 5 to 10x ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെ പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റാണ്. ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് 10 to 20x റീച്ച് ചെയ്യാൻ പറ്റിയ അത്രയും പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റാണ്. ഒരുപാട് പുതിയ അപ്ഗ്രേഡ്സ് വരുന്നുണ്ട്. എലാൻസോ മെയിൻഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സ്മാർട്ട് കോൺട്രാക്ട്സ് എനേബിൾ ആവും. അപ്പോൾ പിന്നെ എത്തേറിയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കർഡാനയിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതല്ലാതെ കർഡാനോ ബ്രിഡ്ജ് വരുന്നുണ്ട്. എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലുള്ള പ്രൊജക്ട്സും ആപ്ലിക്കേഷൻസും കോയിൻസും ഒക്കെ നേരെ കർഡാനോ ബ്ലോക്ക് ചെയിൻ്റെ മുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇത്തേറിയത്തിൻ്റെ ഒരുപാട് മാർക്കറ്റ് ഷെയർ കർഡാനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പല മാർക്കറ്റ് എക്സ്പേർട്സ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈസി ആയിട്ട് 10 to 20x ഈ ഒരു പ്രൊജക്റ്റിന് പറയുന്നത്. മറ്റേ സൊലാന, പോൾക്കഡോട്ട്, BNB പോലെ 200 ഒന്നും പറയാത്തത് കാരണം ഇവരുടേത് മുകളിലുള്ള പ്രൊജക്ട്സ് വന്നു കഴിഞ്ഞാൽ കർഡാനോ അവരുടെ ഗ്യാസ് ഫീസ് കർഡാനയുടെ മുകളിലുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഗ്യാസ് ഫീസ് കൊടുക്കാനെന്ന രീതിയിൽ കർഡാനോ യൂസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് കർഡാനോ വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് 6 ടോക്കൺസും അവർക്ക് അവരുടേതായ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. അവരുടേതായ ടോക്കണിന് യൂസ് കേസസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് കേസ് ഉള്ള കോയിൻ എന്ന് പറയുന്നത് ബൈനാൻസ് കോയിൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈസും ഇപ്പോൾ കറന്റ് ബൈനാൻസ് കോയിനാണ്. $250 ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അത് $2,000 ഒക്കെ അടുത്ത 2 to 3 ഇയേഴ്സിൽ ഈസി ആയി ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ള പ്രൊജക്റ്റുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൽ പരിചയപ്പെടുത്തിയ എല്ലാ കോയിൻസും ഞാൻ പേഴ്സണലി എൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് ആണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 2, 3, 5 വർഷത്തേക്കാണ് ഹോൾഡ് ചെയ്യാൻ റെഡി എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പോലും ഈ കോയിൻസ് ഒക്കെ വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എത്തേറിയം ബ്ലോക്ക് ചെയിനിന്റെ മുകളിലാണ് ഒരുവിധം പല പ്രൊജക്ട്സും പണ്ട് ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊന്നും മാറിയിട്ട് ഇപ്പോൾ പല പല ബ്ലോക്ക് ചെയിനിന്റെ മുകളിൽ ഓൾറെഡി ബിൽഡ് ചെയ്യാൻ തുടങ്ങി പുതിയ പുതിയ പ്രൊജക്ട്സുകൾ. അപ്പോൾ കഴിഞ്ഞ 6 മാസം എടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സുകൾ ഇപ്പോൾ ബൈനാൻസ് സ്മാർട്ട് ചെയിനിന്റെ മുകളിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ പരിചയപ്പെടുത്തിയ 6 ബ്ലോക്ക് ചെയിൻസിന്റെ മുകളിലും കൂടുതൽ പ്രൊജക്ട്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോയിൻസ് ഒക്കെ ഈസി ആയിട്ട് എത്തേറിയത്തിന്റെ ഒരു മാർക്കറ്റ് ഷെയർ അവർ എടുക്കുന്നതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഹോപ്പുള്ള പ്രൊജക്റ്റുകളൊന്നാണ് കർഡാന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രൊജക്ട്സും ഒരേപോലെ പൊട്ടൻഷ്യലാണ്. പക്ഷെ ഞാൻ പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കോയിൻസ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും മെയിൻ ഹോൾഡിങ്സ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നു. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും കോയിൻ ഇതിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എല്ലാ കോയിൻസിനും ഇപ്പോൾ ഇവരുടേതായ യൂസ് കേസസ് ഇപ്പോൾ കറൻ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കോയിൻസ് ഒക്കെ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേക്കിങ്ങിന് ഇടുകയാണ് ചെയ്യേണ്ടത്. 2-3 വർഷത്തേക്ക് നിങ്ങൾ ഇത് തൊടാനോ അതായത് ട്രേഡ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോയിൻസ് സ്റ്റേക്കിങ്ങിന് ഇടാം. ഓരോ എക്സ്ചേഞ്ചിന് അവരുടേതായ രീതിയിൽ സ്റ്റേക്കിംഗ് റിവാർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ബൈനാൻസിലാണ് ഇപ്പോൾ ഞാൻ കറന്റ് എൻ്റെ എല്ലാം സ്റ്റേക്ക് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബൈനാൻസ് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. എനിക്ക് 2-3 അക്കൗണ്ട്സ് ഉണ്ട് ബൈനാൻസിൻ്റെ മുകളിൽ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൈനാൻസ് ഏൺ എന്ന് പറഞ്ഞ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവരുടെ സ്റ്റേക്കിംഗ് റിവാർഡ്സ് എത്രയാണെന്നുള്ളത്. BNB കോയിന് 9.21 ആണ് API കൊടുക്കുന്നത് 60 ഡേയ്സിന്. വളരെ നല്ലൊരു പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ബാങ്കിൽ FDക്ക് പോലും 6% ഉള്ളൂ. BNB കോയിൻ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 9.21% BNB ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു BNB സ്റ്റേക്ക് ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോൾ 1.92 BNB എന്ന രീതിയിൽ തിരിച്ചു കിട്ടും. അപ്പോൾ BNBയുടെ വില ഇപ്പോൾ $250 ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം അത് $1000 ആണെങ്കിൽ അത്രയും കൂടുതൽ റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് സ്റ്റേക്കിങ്ങിന്റെ ഗുണം. നിങ്ങൾ ഏത് കോയിനാണ് സ്റ്റേക്ക് ചെയ്യുന്നത് ആ കോയിൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് അല്ലെങ്കിൽ ലോക്ക്ഡ് സ്റ്റേക്കിങ്സിൽ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസ് ഒക്കെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ സോളൊക്കെ ഉണ്ട്. സോള് 30 ദിവസത്തിന് 9.2%, 90 ദിവസത്തിന് 11.5% ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാ കോയിൻസിനും സ്റ്റേക്കിംഗ് ഇപ്പോൾ കറന്റ് ബിനാൻസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾ വിൽക്കാനേക്കാളും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേക്കിങ്ങിന് ഇടുന്നതാണ്. ഇപ്പോൾ ബിനാൻസ് വേൾഡിലെ തന്നെ നമ്പർ 1 എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കോയിൻസും ബൈനാൻസിലാണ് സ്റ്റേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ എക്സ്ചേഞ്ചസിലല്ലാതെ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. അതേപോലെ തന്നെ എക്സോഡസ് ഉണ്ട്, ലെഡ്ജർ വാലറ്റ് ഉണ്ട്, പിന്നെ BlockFi ഉണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കോയിൻസ് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്തിടാവുന്നതാണ്. അതിനൊരു പെർസെൻറ്റേജ് ഈൽഡ് അവർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ബൈനാൻസിലാണ് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈനാൻസിൽ അക്കൗണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈനാൻസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ 6 കോയിൻസ് അല്ലാതെ ഒരുപാട് വേറെയും പ്രൊജക്റ്റുകളുണ്ട് ലോങ് ടേം ഹോൾഡേഴ്സിന് ഒരുപാട് പ്രോഫിറ്റ്സ് തരാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തത് ഫുള്ള് ബ്ലോക്ക് ചെയിൻസ് ആണ്. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ കോയിൻസിനും അവരുടേതായ ബ്ലോക്ക് ചെയിൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ മുകളിൽ കൂടുതൽ പ്രൊജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഷുവർ ഷോട്ടാണ് ഈ 5 to 10x എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സിൽ. ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ അത്രയും പൊട്ടൻഷ്യലുള്ള കോയിൻസ് എന്ന് എനിക്ക് തോന്നുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും റിസർച്ച് നടത്തിയിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ശരിക്കും വയ്യ എന്നിട്ട് കൂടി ഞാൻ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഗ്യാപ്പ് വന്നുകൊണ്ടാണ്. പൊട്ടൻഷ്യലുള്ള കോയിൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ. ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അക്യൂമുലേറ്റ് ചെയ്ത് വെക്കാം ലോങ് ടേം ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ഇതല്ലാതെ ഒരു വലിയ കോയിൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഉടനെ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ ലോങ് ടേം ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്രിപ്റ്റോനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളുന്നതിന് വിളക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.